കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നമ്മള് ചോദിച്ചത് നീ കേട്ടില്ലേ? നീ ഏവനാന്ന്? എടി നിനക്കെന്നെ മനസ്സിലായില്ലേ? എടി ഞാനാ ശ്രീനിവാസൻ. നിനക്ക് ഞാൻ ഉണക്കമീനും കൊണ്ടാ വന്നിരിക്കുന്നത്. നീ ആളും തരോ നോക്കാതെ സംസാരിച്ചാലുണ്ടല്ലോ. നീ പറയുന്ന കണ്ണമ്മയല്ല നമ്മള് ശ്രീലക്ഷ്മിയാ. നിന്റെ സംസാരം കേട്ടാലറിയാം നീ ആളത്ര ശരിയല്ലാന്ന്. വല്ലവള് മരം തിരക്കി നമ്മുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നല്ലേ? ഇറങ്ങടാ നമ്മുടെ വീട്ടിൽ നിന്ന്, വൃത്തിയോട്ടവനെ. നിർത്തടി. നീ ഏതാടി? ഇതുപോലൊരു വീട്ടിൽ താമസിക്കുന്ന നീയാണോ ഇമ്മാതിരി വർത്താനം പറയുന്നത്? നീ എന്നെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ, നീയേ എവിടെയാണെങ്കിലും അവിടെ വന്ന് നിന്റെ അണപ്പല്ലടിച്ച് താഴെയിടും ഞാൻ. വാടാ, നീ വാ. നമ്മുടെ വീട്ടിൽ കയറി വന്ന് നമ്മുടെ അമ്മയും അമ്മയുടെ സ്ഥാനത്ത് കാണുന്ന രാജലക്ഷ്മി അമ്മയും എന്റെ അനിയത്തിയും പറ്റിക്കാൻ നോക്കിയതും പോരാ, നീ ഈ ശ്രീലക്ഷ്മിയെ വരട്ടുന്നോ? അവിടെ നിന്റെ കണ്ണമ്മയില്ല കുഞ്ഞമ്മയില്ല. ഇറങ്ങടാ വെളിയിൽ. മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. നീ ആരാണെന്ന് ഇവിടെ എല്ലായിടത്തും ഞാൻ പറയാം. നീയേ ആരാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. നിന്റെ പേരാണ് രാക്ഷസി. അവിടെ ചവിട്ടി ഇറക്കും. ഫോൺ വെച്ചിട്ട് പോടാ. ഇതിന്ന് തലയൂരാൻ ഇപ്പോഴേ എന്തെങ്കിലും ഓർത്തു വെച്ചോ? വരവ് കണ്ടിട്ട് ഇതും നേരെ തലയെ തന്നെ വന്ന് വീഴാൻ സാധ്യത കാണുന്നുണ്ട്. എല്ലാം ഓക്കെ ആയിരുന്നല്ലോ. അതിനിടയ്ക്ക് എന്താ സംഭവിച്ചേ? ഇത്രയും വലിയ വീട്ടിൽ കണ്ണമ്മ എങ്ങനെ താമസിക്കും? ഇനി വീട് മാറിപ്പോയതാണോ? കത്തിലുള്ള അഡ്രസ് ഇത് തന്നെയല്ലേ? ഇവളെന്നാ അഭിനയം പഠിച്ചത്? വേറെ ആരോടാ വന്ന് ചോദിക്കുന്നത്? ആ, പറയുന്ന പോലെ ആ കത്തില് ദേവി ചേച്ചിയുടെ നമ്പർ ഉണ്ടായിരുന്നല്ലോ. ചേച്ചിയെ വിളിച്ച കാര്യം അറിയാമല്ലോ. കണ്ണാ, കണ്ണാ. എന്താ ചേച്ചി? ആരാ കണ്ണാ? ശ്രീനിവാസൻ ചേട്ടനാ. ഹലോ ശ്രീനിവാസൻ ചേട്ടാ. എടാ കണ്ണപ്പ, നിങ്ങൾ എവിടാ? ഞങ്ങളിവിടെ തന്നെ. അങ്ങ് വന്നില്ല. ഞാനിപ്പോ നിങ്ങൾ താമസിക്കുന്നിടത്തുണ്ട്. ഞങ്ങൾ താമസിക്കുന്നിടത്തോ? നീ ദേവി ചേച്ചിയുടെ ഫോൺ കൊടുത്തേ. ശരി, ഇത് ചേച്ചി. ഹലോ. ആ ദേവി ചേച്ചി, നിങ്ങളൊക്കെ എവിടെയാ ഇപ്പോ? ഞാൻ ഈ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. ശ്രീനിവാസൻ ഇപ്പൊ എവിടെയാണ്? ഞാനിപ്പോ കണ്ണമ്മയുള്ള വീട്ടില്. എന്തോ ഒരു വർമ്മൻ വില്ല. നിങ്ങൾ ഇവിടെ അല്ലേ ഉള്ളത്? ഞാൻ കത്തിൽ കണ്ട അഡ്രസ്സിലാ വന്നത്. ശ്രീനിവാസ, നീ വേഗം അവിടെ നിന്ന് മാറിക്കോ. എന്താ ചേച്ചി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കണ്ണമ്മ ഇവിടെ അല്ലേ ഉള്ളത്? കണ്ണമ്മ അവിടെ തന്നെയാ ഉള്ളത്. പക്ഷെ അവൾ എവിടെ ശ്രീലക്ഷ്മി എന്ന പേരിലാ താമസിക്കുന്നത്. അതെന്തിനാ? അതൊക്കെ പിന്നീട് വിശദമായിട്ട് പറയാം. നീ ആദ്യം അവിടുന്ന് പോ.
ഒരു കാരണവശാലും കണ്ണമ്മയും ശ്രീലക്ഷ്മിയും ഒന്നാണെന്ന് ആരും അറിയരുത്. ആ ആ ശരി ചേച്ചി ശരി. കണ്ണ, ഇങ്ങ വന്നേ. എന്റെ കണ്ണമ്മേ ഇങ്ങനെയൊന്നും എന്നോട് സംസാരിക്കില്ല. നീ എന്റെ കണ്ണമ്മയല്ലെന്ന് എനിക്ക് ബോധ്യമായിടി. നീയാണ് ഭദ്രകാളി. ഹെ, എനിക്ക് കുറച്ച് നാണോ മാനോ ഉള്ളതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നീ ഇനി കൂടുതൽ വല്ലതും പറഞ്ഞ നമ്മള് നേരിട്ട് വന്ന് നിന്നെ നോക്കിക്കോ, എന്നെങ്കിൽ നിന്നെ എന്റെ കൈ കിട്ടും. കിട്ടിയ നമ്മളെ മൂക്കി വലിച്ചു കേട്ടോടാ. വെച്ചിട്ട് പോടാ തട്ടിപ്പുകാരാ. ആ മതി മതി. ഹലോ ഹലോ എടി എടി. ഇനി അവന്റെ ചെവിയുടെ ഫിലമെന്റ് അടിച്ചു പോകും. പാവ ശ്രീനി, എന്നോട് ഭയങ്കര സ്നേഹ. ഇനി അവൻ എന്തൊക്കെ കുഴപ്പങ്ങൾ അവിടെ കാണിക്കുമെന്തോ. ആശാനെ എന്തു പറ്റി? ഓ, ഈ സ്നേഹം എന്ന് പറഞ്ഞ എങ്ങനെയുള്ള സ്നേഹോ? സ്നേഹം, ഇഷ്ടം. എനിക്കും അവനെ ഭയങ്കര ഇഷ്ടം. ചേച്ചി വിളിക്കേ ചേച്ചി അവളെ ഒന്നുകൂടെ വിളിക്ക്. എനിക്ക് 2 വർത്താനോട് പറഞ്ഞാലേ സമാധാനം കിട്ടും. തന്റെ കൂട്ടുകാരിയാണ് കൺമണി എന്നല്ലേ താൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്? അതെ. ആ കൺമണിക്ക് കൊടുക്കാനല്ലേ താൻ സമ്മാനവും കൊണ്ടുവന്നത്? അതെ. എന്നിട്ട് എന്തിനാടോ താൻ കൺമണിയോട് ദേഷ്യപ്പെട്ടത്? അതെന്റെ കൺമണി അല്ലാത്തോണ്ട്. ഇത് വേറേതോ. എനിക്കങ്ങോട്ട് അവളെ വർത്താനം കേട്ടില്ലേ? എന്റെ കണ്ണമ്മേ എന്നെ ശ്രീനി എന്നല്ലാതെ വേറൊന്നും വിളിക്കില്ല. പിന്നെ ശബ്ദം എന്റെ കണ്ണമ്മയുടേതല്ല. താൻ മനഃപൂർവ്വം മാറ്റി പറയുന്നതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. താൻ പുറത്ത് വെച്ച് ഞങ്ങളോട് ചോദിച്ചില്ലേ ഇത് രവിയുടെ വീടാണോന്ന്? രവിയാ? ഏത് രവി? ഞാനങ്ങനെ ഒന്നും ചോദിച്ചിട്ടൊന്നുമില്ല. പിന്നെ ആരുടെ വീടാണെന്ന് പറഞ്ഞാടോ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? രവീന്ദ്രന്റെ. ആ രവീന്ദ്രന്റെ വീടല്ലേ എന്നല്ലേ ഞാനും ചോദിച്ചത്. അപ്പൊ ഈ കവറിലുള്ളത് കൊടുക്കാൻ വന്നതല്ലേ താൻ? അതെ. പക്ഷെ ഇപ്പൊ ഫോണിൽ സംസാരിച്ചവക്കല്ല, ഇത് കണ്ണമ്മയ്ക്കാ. ഇനിയിപ്പോ കണ്ണമ്മയെ കാണുമെന്ന് തോന്നുന്നില്ല. ചേച്ചിക്ക് വേണമെങ്കിൽ എടുത്തോ. തന്നെ ഞാൻ താനും കൺമണിയും ഒന്നിച്ചിരിക്കുന്ന ഫോട്ടോ ഞങ്ങളെ കാണിച്ചല്ലേ? കാണിച്ചു. അതൊന്ന് കാണിച്ചേ. ഞങ്ങൾക്കല്ല, മദറിലേക്ക് കാണിച്ചു കൊടുത്താ മതി. ഇപ്പം മദറിലേക്ക് വിശ്വാസമായോ? ഇപ്പൊ പറ, എന്ത് തോന്നുന്നു മദറിലേക്ക്? ഇത്രയും നേരം എനിക്ക് സംശയമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ബോധ്യമായല്ല. ഇനി മദറിലോ പറയ്, എന്ത് ചെയ്യണം? രഘുവിനെ വിളിച്ച് വേഗം ഇങ്ങോട്ട് വരാൻ പറ. രഘു എന്തിനാ? ബ്രദറിലോയല്ലേ വിളിക്കേണ്ടത്? രഘുവിനെ വിളിച്ച്
ആദ്യം അവന്റെ ഭാര്യയെയും ഭാര്യയുടെ അമ്മയെയും ഭ്രാന്താശുപത്രി കൊണ്ടുവന്നാക്കാൻ പറ. ഇതാണോ ശ്രീലക്ഷ്മി? ഡോ, ആ ഫോട്ടോ എവിടെ? ഏത് ഫോട്ടോ? ശ്ശേ, അപ്പൊ ഞങ്ങളെ നേരത്തെ കാണിച്ച ഫോട്ടോയോ? അത് തന്നെ ഇത്. സത്യം പറഞ്ഞാലേ നിങ്ങൾക്ക് ചെവിയും കേട്ടൂടാ, കണ്ണും കണ്ടൂടാ. ഞാനാദ്യം എന്റെ കണ്ണമ്മ എവിടെ നിന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ആ ശരി ചേച്ചി, പോട്ടെ ആന്റി. ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേടി അവനെ വിശ്വസിക്കരുതെന്ന്. അത് പിന്നെ അവൻ അങ്ങനല്ലേ വന്ന് പറഞ്ഞത്? ദേ രേഖ, നിന്റെ മേലും കീഴും നോക്കാതെയുള്ള പ്രവൃത്തികള് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അമ്മ പിന്നെ എന്തിനാ ഇത്ര നേരം എല്ലാം കേട്ടോണ്ട് നിന്നത്? ഇപ്പൊ പോയവൻ കള്ളനാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ. എപ്പോ? എനിക്കത് ഒറ്റ നോട്ടത്തില് മനസ്സിലായി. ആ, ഒറ്റ നോട്ടത്തെ മനസ്സിലാക്കാനുള്ള കഴിവേ എനിക്കില്ല. എന്നാലും എന്തു പറ്റിയെന്നാ? വാ പോകാം നമുക്ക്. ഞാൻ വരുന്നില്ല. പാടി കൂട്ട്. അല്ല, വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ആശാനെ? നമ്മളെ ഇന്നെന്നെ പടിയടച്ച് പിണ്ടം വെക്കൂ. പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലാവില്ല. എങ്കിൽ എപ്പോഴേ അമ്മയോ അനിയത്തിക്കുട്ടിയോ വിളിച്ചിട്ടുണ്ടാവും. അനിയത്തിക്കുട്ടി വല്ലാത്തൊരു കഥാപാത്രം തന്നെ. അവക്ക് പറ്റിയൊരമ്മ. താൻ വേറൊന്നും കരുതണ്ട. ഓരോരുത്തരും ഓരോ ക്യാരക്ടറല്ലേ. എന്തായാലും രണ്ടും കുറച്ച് കൂടുതൽ ചിന്തിക്കുന്നവരാ. ആ കാര്യം നമുക്ക് ആദ്യ നോട്ടത്തിൽ തന്നെ മനസ്സിലായതാ. എന്താ ആശാനെ, ഒന്ന് ശരിയാക്കി നോക്കട്ടെ നമ്മള്. എന്താ ആശാന്റെ അഭിപ്രായം? രണ്ടിനും നല്ല 4 എണ്ണം പറ്റിച്ച താനെ ശരിയായിക്കോളും. ഏയ്, അതൊന്നും വേണ്ട. അങ്ങനെയൊന്നും അല്ല ചിന്തിക്കേണ്ടത്. എന്നാലും ആ ശ്രീനി എന്തും പറഞ്ഞാണോ അവിടെ കയറി ചെന്നത്? എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം വല്ലതും ഉണ്ടാവുമായിരുന്നോ? എന്തിനാ അവനെ പറയണത്? ആ 18 കൂട്ടത്തിനെ പറഞ്ഞാ പോരെ? അവന്മാരുടെ ഓരോരോ ലീലാവിലാസങ്ങൾ. അതിന് അയാൾക്ക് അറിയില്ലല്ലോ ഇവിടെ നടക്കുന്നൊന്നും. ആ, അത് ശരിയല്ലേ. ആശാനെ, ഞാൻ കുറച്ചേരം ഇവിടെ ഇരിക്കട്ടെ. തനിക്ക് ഇവിടെ ഇരിക്കാൻ ആരുടെ അനുവാദത്തിന്റെ ആവശ്യമൊന്നുമില്ല. ആ, തന്റെ സീറ്റ് തന്നെ അത്. നേരത്തെ പറഞ്ഞതല്ലേ. ഏയ് ശ്രീലക്ഷ്മി, ആശ പേടിക്കണ്ട, നമുക്ക് കുഴപ്പമൊന്നുമില്ല. ചിലപ്പോ ചാരുന്ന കസേരയും ചില വിശ്വാസങ്ങളും നമ്മളെ വീഴ്ചയിലേക്ക് നയിക്കും. അനുഭവങ്ങളാണേ. അതെ ആശാനെ, നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും. ആശ നമ്മളെ വിളിക്കണം. അപ്പൊ നമ്മൾ തിരിയും. എന്ത് വിളിക്കാൻ? ഈ ഓഫീസിലൊക്കെ പെണ്ണുങ്ങൾ എന്താ വിളിക്കണത്? അത് അത് വിളിച്ചാ മതി. ഓ ശരി ശരി ശരി. എക്സ്ക്യൂസ് മീ മാഡം. എന്തോ? ശരി ശരി, താൻ വിളിക്ക്. എനിക്ക് കുറച്ച് ജോലിയുണ്ട്, അത് കഴിഞ്ഞിട്ടാവാം. ആശാനെ, ആ, ഇതെവിടെ പോന്നു? എനിക്കാണെങ്കി ഇവിടെ ചെയ്യാൻ ഒന്നുമില്ല. എങ്കിലേ താൻ പുറത്തൊക്കെ ഒന്ന് പോയി കറങ്ങിട്ട് വാ. ഈ സ്ഥലത്തോ? നല്ല കഥ. ആ, അത് പറഞ്ഞപ്പോഴാ
ആശാനെ ഒരു കഥ പറഞ്ഞേ. കഥയോ? ആ കഥ, ഏതെങ്കിലും സിനിമയുടെ കഥയായാലും മതി. അതിപ്പോ ഞാൻ കുറച്ചു നാളായിട്ട് സിനിമയും സീരിയലൊന്നും കാണാറില്ല. ആ എങ്കിൽ ഒരു കാര്യം ചെയ്യാം, ആശാൻ പ്രേമിച്ച കഥ പറ. അതൊക്കെ ഞാൻ തന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ. പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ആശാന്റെ കളഞ്ഞുപോയ ഭാര്യയില്ലേ, അവിടെ ഇവിടെയും തൊടാതെ പറഞ്ഞ ആ കഥ അതൊന്ന് വിശദമായിട്ട് കേക്കട്ടെ. നമുക്ക് ഈ പ്രേമവും കല്യാണവും ഒക്കെ കണ്ണിന് നേരെ കണ്ടൂടെങ്കിലും മറ്റൊരാള് പ്രേമത്തെ പറ്റി അറിയാൻ നമുക്കിഷ്ടം. ആശാൻ പറയേ, ശ്രീലക്ഷ്മിയുടെ ആശാന്റെയും പ്രേമം എങ്ങനെയുള്ളതായിരുന്നു? സത്യം പറഞ്ഞ അതിനെ എങ്ങനെയാ വിശദീകരിക്കേണ്ടതെന്ന് എനിക്കും അറിയില്ല. നമുക്ക് വേണ്ടി ചില ആളുകളെ ഈശ്വരനായിട്ട് തന്നെ മാറ്റി നിർത്തിയിരിക്കും. ആ ആളെ കണ്ടെത്തുമ്പോൾ നമ്മളെടുത്ത പല തീരുമാനങ്ങൾക്കും വ്യതിയാനം വന്നു തുടങ്ങും. ഈ ലോകം മുഴുവൻ ആ ഒരാളിലേക്ക് ചുരുങ്ങി നമ്മൾ ശരിക്കും എന്തായിരുന്നോ എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുന്ന ചില സന്ദർഭങ്ങൾ നമ്മൾക്കുണ്ടാവും. ആ ചിന്ത ഉണ്ടാകുന്നത് നമ്മൾ ശരിക്കും ആ വ്യക്തിയെ മനസ്സിലാക്കുന്നത്. അപ്രതീക്ഷിതമായ ഒരാളുടെ കടന്നുവരവോടുകൂടി മറ്റൊരാളുടെ ജീവിതത്തിന് മാറ്റങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അതിനൊരർത്ഥമേ ഉള്ളൂ: ആത്മാർത്ഥമായ പരസ്പര വിശ്വാസം, ഇഷ്ടം. കുറച്ചുകൂടി നിറഞ്ചേർത്തിയാൽ തിരിച്ചു കിട്ടുന്ന ഇഷ്ടത്തിനെ പ്രണയം എന്ന് വിളിക്കാം. പ്രണയം, വിശ്വാസം, വെറും 3 അക്ഷരമുള്ള ഈ 2 വാക്കുകൾക്ക് ആ 2 പേരെ തമ്മിൽ ചേർക്കാൻ കഴിയും. പക്ഷേ ഒരിക്കലും പിരിക്കാൻ കഴിയില്ല. അങ്ങനൊരു നിർവചനം കൂടിയുണ്ട് ആ വാക്കുകൾക്ക്. എന്ത് ചെയ്യണം, എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയാതെ ഭ്രാന്തമായ അവസ്ഥയിലായിരുന്ന എൻ്റെ ജീവിതത്തെ ഇത്രയും സ്വാധീനിച്ച വേറൊരു സ്ത്രീയില്ല. അവളുടെ പേരാണ് ശ്രീലക്ഷ്മി. ശരിക്കും മഹാലക്ഷ്മി. ശ്രീലക്ഷ്മി ശരിക്കും ആരായിരുന്നുവെന്നും എന്നോട് എത്ര സ്നേഹം ഉണ്ടായിരുന്നെന്നും അവൾ ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല. പകരം പല സാഹചര്യങ്ങളിലൂടെ അവൾ എനിക്ക് കാണിച്ചു തന്നു. സാധാരണ കുടുംബത്തിൽ ജനിച്ച ശ്രീലക്ഷ്മിയെ ഞാൻ എങ്ങനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചു എന്ന് താൻ എന്നോട് ചോദിച്ചില്ലേ? ആ സംശയം ഇപ്പോഴും പലർക്കും ഉണ്ട്.
എന്തിന് എനിക്ക് പോലും ഉത്തരം എനിക്കറിയില്ല. ശ്രീലക്ഷ്മി എന്ന പെൺകുട്ടിയുടെ മഹിമയും സൗന്ദര്യമൊക്കെ അറിയണമെങ്കിൽ ഈ രവിവർമ്മന്റെ കണ്ണിലൂടെ നോക്കണം, എന്റെ മനസ്സിലൂടെ അറിയണം. മറ്റൊരാൾക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയാത്ത 1000 കാര്യങ്ങൾ എന്റെ ഇടനെഞ്ചിലുണ്ട്. അത് എനിക്കല്ലാതെ വേറൊരാൾക്കും മനസ്സിലാവില്ല.